നമ്മൾ പഴയ ക്രിമിനൽ നിയമത്തിൻ്റെയും പുതിയ ക്രിമിനൽ നിയമത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ക്ലാസ് കഴിയുന്നതോടുകൂടി ഇതിനെക്കുറിച്ച് കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആദ്യമായി ബിഗിനേഴ്സിന് വേണ്ടി എന്താണ് ക്രിമിനൽ നിയമം, എന്താണ് സിവിൽ നിയമം? സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ക്രിമിനൽ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കുറ്റം ചെയ്ത വ്യക്തിക്ക് കുറ്റത്തിനനുസരിച്ച് ജയിൽ ശിക്ഷ, പിഴ തുടങ്ങിയ പണിഷ്മെന്റ് ആണ് നൽകുന്നത്. ഇത് സമൂഹത്തിലൊരു നിയമഭയം നിലനിർത്താനും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും സഹായകമാകും. ഒരു വ്യക്തി മറ്റൊരാളെ കൊല്ലുന്നു, ഇത് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഒരു കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല, അത് സമൂഹത്തിനെതിരായി നടക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റേറ്റ് ആണ് കേസ് എടുക്കുന്നത്. ഇത്രയാണ് ക്രിമിനൽ നിയമങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി സിവിൽ നിയമങ്ങളോ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നഷ്ടപരിഹാര തുക നേടിക്കൊടുക്കുക, സെറ്റിൽമെന്റ് നടത്തുക, വ്യക്തികളുടെ അവകാശങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. നിങ്ങൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഭൂമി തർക്കം, കോൺട്രാക്ട് ലംഘനം, അതൊക്കെ സിവിൽ കേസുകളിൽ പെടുന്നതാണ്. അപ്പോൾ ക്രിമിനൽ നിയമവും സിവിൽ നിയമവും ഇത്രയാണ് പറയുന്നത്. ഇനി വേറൊരു കാര്യം നോക്കേണ്ടത്, ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സബ്സ്റ്റാൻറ്റീവ് ലോ എന്താണ്, പ്രൊസീജിയറൽ ലോ എന്താണ്. ആഴത്തിൽ ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് കുറെ അവകാശങ്ങളും ബാധ്യതകളും ഒക്കെ നിയമം മുഖേന ഉണ്ട്, അല്ലെ? നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളൊരു റൈറ്റ് ആണ്. അപ്പോൾ ഒരാൾ നമ്മളെ കുത്തുന്നു, അപ്പോൾ അത് നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള നമ്മളെ ഒരു റൈറ്റിന്റെ ലംഘനമാണ്, അല്ലെ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അവകാശങ്ങൾ, എന്തൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്, എന്തൊക്കെ ആക്ടുകൾ ക്രൈം ആവുന്നുണ്ട്, എന്തൊക്കെ പണിഷ്മെന്റ് അതിന് കൊടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവചിച്ചിരിക്കുന്ന ഒരു നിയമമാണ് എന്ത്, സബ്സ്റ്റാൻറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി ഒന്ന് ചിന്തിക്കേ, നമ്മളൊരു ക്രൈം നടന്നു, ആ ഒഫൻസ് പണിഷ്മെന്റും ആ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒഫൻസിന് ഇന്ന പണിഷ്മെന്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ കിട്ടി, അതിന് പണിഷ്മെന്റ് എത്രയാണെന്നും ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, ആ കുറ്റം ചെയ്ത ആളെ എടുത്ത് അതേപോലെ 10 വർഷത്തിന് ശിക്ഷിക്കുന്നു. അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ആ കുറ്റം ചെയ്തത് മുതൽ നമ്മൾ പല നടപടികളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഒരാളെ പണിഷ്മെന്റിലേക്ക് എത്തുന്നത്, അല്ലെ? ഒരുപാട് നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരു ആക്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു ഒഫൻസ് എന്താണ്, അതിന് പണിഷ്മെന്റ് എന്നതാണ് എന്ന് എഴുതി വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, അല്ലെ? അത് നടപ്പിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നടപടികളിലൂടെ നമ്മൾ പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് ലോ മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയാണ് ഈ പ്രൊസീജിയറൽ ലോ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പേര് പോലെ തന്നെ നടപടിക്രമങ്ങളാണ് പ്രൊസീജിയറൽ ലോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നടപ്പിൽ വരുത്തേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രൊസീജിയറൽ ലോയിലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോ എന്നുള്ളത് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഹിസ്റ്ററി നോക്കാം. എല്ലാ ക്രിമിനൽ നിയമങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് IPC ആണ്, ഇന്ത്യൻ പീനൽ കോഡ്. IPCയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ആളാണ് തോമസ് ബവിങ്ടൺ മെക്കോളെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ? പലയിടങ്ങളിലും പല പ്രദേശങ്ങളിലും പല നിയമങ്ങളായിരുന്നു. കോഡിഫൈഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ജനങ്ങളൊക്കെ അവരവരുടെ പേഴ്സണൽ ലോസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് അവര് ഒരു യൂണിഫോം ആയിട്ടുള്ള കോഡിഫൈഡ് ആയിട്ടുള്ള നിയമം അവർക്ക് ഭരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ക്രിമിനൽ നിയമം ഇന്ത്യയിൽ വേണം എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും പൊളിറ്റീഷ്യനും ഒക്കെയായ മെക്കോളെ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ലീഗൽ റിഫോംസ്, അതായത് എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് ഭരിക്കാൻ വേണ്ടി ഒരു ക്രിമിനൽ നിയമം കൊണ്ടുവരിക എന്നുള്ളതും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയാണ് ആദ്യത്തെ ലോ കമ്മീഷൻ, ഫസ്റ്റ് ലോ കമ്മീഷൻ 1834 നിലവിൽ വന്നത്, ചെയർഡ് ബൈ ലോർഡ് മെക്കോളെ. അങ്ങനെ മെക്കോളയും കൂട്ടരും 1834 ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡായിരുന്നു. ശേഷം ഇതിന് ഒരുപാട് അമെൻഡ്മെന്റ്സുകളൊക്കെ നടത്തി. എന്നിട്ടാണ് 1856 ഇത് ഇവർ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ പ്രസന്റ് ചെയ്തത്.
ഈ വർഷം ഒന്ന് ഓർത്തു നോക്കൂ. ഇതിന് തൊട്ടടുത്ത വർഷമാണ് 1857 നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് അല്ലേ. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ഇത് ഇനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം 1860 ഒക്ടോബർ 6 1860 ഇതിന്റെ ഇനാക്ട്മെന്റ് നടന്നത്. തുടർന്ന് 1862 ജനുവരി 1 ഇത് നിലവിൽ വരികയും ചെയ്തു. IPC 1862 ജനുവരി 1 നിലവിൽ വരികയും ചെയ്തു. IPCയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒഫൻസ് ക്രൈം എന്താണ് എന്നും അതിനുള്ള പണിഷ്മെന്റ് എന്താണെന്നൊക്കെ നിർവചിച്ച ഒരു നിയമമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതൊരു സബ്സ്റ്റാൻറ്റീവ് ലോ ആണ് എന്ന് അല്ലെ. ആക്ട് ക്രൈം അതിന്റെ പണിഷ്മെന്റ് ഒക്കെ നിർവചിച്ച ഒരു സബ്സ്റ്റാൻറ്റീവ് ലോ, ഇന്ത്യയിലെ ആദ്യത്തെ സബ്സ്റ്റാൻറ്റീവ് ലോ. അപ്പൊ ഈ സബ്സ്റ്റാൻറ്റീവ് ലോ നമുക്ക് നടപ്പിലാക്കണം അല്ലെ. അങ്ങനെയാണ് പ്രൊസീജിയറൽ ലോയായ CRPCയുടെ ആവശ്യകത ഉണ്ടായത്. 1862 CRPC ഇനാക്ട് ചെയ്തത് ആദ്യത്തെ. അതിൽ ഇൻവെസ്റ്റിഗേഷൻ, ട്രയല് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം 1872, 1882, 1898 ഇത്രയും അമെൻമെന്റ് ഈ നിയമത്തിൽ നടപ്പിലാക്കി. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1970 നമ്മൾ പുതിയ ഡ്രാഫ്റ്റ് തയ്യാറാക്കി CRPCയിൽ. തുടർന്ന് 1973 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് ഇത് പാസ്സാക്കുകയും 1974 ഏപ്രിൽ 1 CRPC നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഇതിനിടെ ഒരു പ്രൊസീജിയറൽ ലോ കൂടെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതാത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 അല്ലെ. ആദ്യകാലത്തൊക്കെ ബ്രിട്ടീഷേഴ്സ് ക്രൈം ചെയ്തവരെ പണിഷ് ചെയ്തിരുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവര് ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ ഉണ്ടായിരുന്നു. കൂടാതെ ലോക്കൽ കസ്റ്റമും ഇംഗ്ലീഷ് കോമൺ ലോയിനെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ഇവര് തെളിവ് സ്വീകരിക്കാൻ വേണ്ടി ഒരു കോഡിഫൈഡ് നിയമം വേണം എന്നുള്ളത് തീരുമാനിച്ചത്. 1834 ലോ കമ്മീഷൻ തന്നെയായിരുന്നു ഇതിന്റെ ഇനീഷ്യൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ബ്രിട്ടീഷ് ലോയറും ജഡ്ജുമായിരുന്ന സർ ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ് ഈ ഡ്രാഫ്റ്റ് സിസ്റ്റമാറ്റിക്കലി കോഡിഫൈ ചെയ്തതും ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ച് സിംപ്ലിഫൈ ചെയ്തതും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ആർക്കിടെക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 സെപ്റ്റംബർ 1 നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയുമാണ് IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന ഈ 3 ക്രിമിനൽ നിയമങ്ങളുടെയും ചെറിയൊരു നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് നിലവിലുള്ള പുതിയ നിയമങ്ങളിലേക്ക് വരികയാണെങ്കിൽ, പുതിയ നിയമത്തിന്റെ ആവശ്യകത നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയായിരിക്കും അല്ലേ. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നിയമത്തിലും നമുക്ക് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ 2020 നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം നിയമ പരിഷ്കരണ കമ്മിറ്റി ഫോർ റിഫോംസ് ഇൻ ക്രിമിനൽ നിയമം അല്ലെ, ക്രിമിനൽ നിയമം റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇതില് ലീഗൽ എക്സ്പേർട്ട്, അക്കാഡമിക്സ്, പോലീസ് ഓഫീസർ, അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു 5 അംഗ കമ്മിറ്റി ഉണ്ടായിരുന്നു. മുഖ്യ ശുപാർശകളൊക്കെ തയ്യാറാക്കിയത് ഇവരാണ്. ഇത് ഹെഡ് ചെയ്തിരുന്നത് പ്രൊഫസർ രൺവീർ സിംഗ് ആയിരുന്നു. ഇദ്ദേഹം ദി VC ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ഡൽഹി. ശേഷം 2023 ഓഗസ്റ്റില് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. BNS, BNSS, BSA അതായത് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, അങ്ങനെ 3 ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 ഒരേ ദിവസം നിലവിൽ വരികയും ചെയ്തു. IPCയെ റീപ്ലേസ് ചെയ്തു വന്ന സബ്സ്റ്റാൻറ്റീവ് ലോയാണ് BNS. CRPCയെ റീപ്ലേസ് ചെയ്തു വന്ന പ്രൊസീജിയറൽ ലോയാണ് BNSS. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തു വന്ന പ്രൊസീജിയറൽ ലോയാണ് BSA. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പുതിയ ക്രിമിനൽ നിയമങ്ങളും പഴയ ക്രിമിനൽ നിയമത്തിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ പോയിന്റുകളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യത്തെ ലോ കമ്മീഷൻ 1834 IPC ഡ്രാഫ്റ്റ് ചെയ്തത് ലോർഡ് മെക്കോളയാണ്. IPCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് മെക്കോളയാണ്. 1862 ജനുവരി 1 IPC നിലവിൽ വന്നത്. രണ്ടാമത്തത് CRPC 1973 പാസാക്കി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയായിരുന്നു ആ സമയത്ത്. 1974 ഏപ്രിൽ 1 ഇത് നിലവിൽ വന്നു. മൂന്നാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. 1872 സെപ്റ്റംബർ 1 ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്. സർ ജെയിംസ്
ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത്. ഇനി പുതിയ 3 നിയമങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബില്ല് എന്ന് ഓർത്തു വെക്കുക. 3ഉം ഒരേ ദിവസമാണ് നിലവിൽ വന്നത്, 1 ജൂലൈ 2024. ഇത്രയാണ് പൊതുവായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ബൈ.